PR അരവിന്ദാണ് വിവരങ്ങൾ നൽകാനുള്ളത്. അരവിന്ദ്, മഹാഗഠബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവ് തന്നെ എന്നാണ് ഡി രാജ പറയുന്നത്. ഈ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നത്, അങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ സഖ്യത്തിന് ഗുണമാണോ ദോഷമാണോ ചെയ്യുക? നൗഫൽ, എന്തായാലും എല്ലാവർക്കും അറിയാം ആരായിരിക്കും മഹാഗഠബന്ധൻ ബീഹാറിൽ ജയിച്ചാൽ അവരുടെ മുഖ്യമന്ത്രിയെ വരിക എന്നത്. പക്ഷേ ഇതിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുവാൻ ഇതുവരെ ഇന്ത്യ സഖ്യം തയ്യാറായിരുന്നില്ല. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര മുന്നോട്ട് പോകുന്ന വേളയിലും RJD നേതാക്കളും തേജസ്വി യാദവ് തന്നെ മുഖ്യമന്ത്രി എന്ന പ്രഖ്യാപനങ്ങൾ നടത്തുകയും ഇത്തരം ഒരു പ്രസ്താവനകളെല്ലാം നടത്തുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധി വേദിയിലുണ്ടായിരുന്നപ്പോഴും സമാനമായ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയപ്പോഴും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകാൻ തയ്യാറായിരുന്നില്ല. കോൺഗ്രസ് അപ്പോഴും ചൂണ്ടിക്കാണിച്ചത് ചർച്ചകൾ, തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇത് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നതാണ്. പക്ഷേ മറ്റു പാർട്ടികളിൽ, ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റു പാർട്ടികൾക്ക് ആ ഒരു അഭിപ്രായമില്ല എന്ന് തന്നെയാണ് ഡി രാജയുടെ പ്രതികരണത്തിലൂടെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. തേജസ്വി യാദവ് തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അതായത് മഹാഗഠബന്ധൻ ബീഹാറിൽ വിജയിച്ചാൽ തേജസ്വി യാദവ് തന്നെ മുഖ്യമന്ത്രിയായി എത്തുമെന്നതാണ് CPI ജനറൽ സെക്രട്ടറി ഡി രാജ നമ്മളോട് ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ ആ പാർട്ടിക്കകത്തോ ഇന്ത്യ മുന്നണിയിലോ യാതൊരുവിധ തർക്കവുമില്ല എന്ന് തന്നെ ഡി രാജ ചൂണ്ടിക്കാണിക്കുന്നു. കോൺഗ്രസ് അത് വ്യക്തമാക്കാത്തതാണ്. കോൺഗ്രസിനുള്ളിലും കൃത്യമായി ആ ഒരു വികാരമുണ്ട്. കാരണം ഏറ്റവും വലിയ പാർട്ടിയാണ് മഹാഗഠബന്ധൻ മത്സരിക്കുമ്പോൾ ഏകദേശം 140-ലധികം സീറ്റുകളിൽ RJD മത്സരിക്കുന്നുണ്ട്. രണ്ടാമത് കോൺഗ്രസ് ആണ് 60 സീറ്റുകളിലോളം മത്സരിക്കുന്നത്. അപ്പോൾ കൃത്യമായി ആ മുന്നണിയെ നയിക്കുന്നത് തേജസ്വി യാദവാണ്. ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രചാരണം മുന്നിൽ നിന്ന് നയിക്കുന്നത് തേജസ്വി യാദവാണ്. അപ്പോൾ തേജസ്വി യാദവ് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് തന്നെ എന്ന് തന്നെ ഇപ്പോൾ ഡി രാജ വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ന് 11 മണിക്ക് മഹാസഖ്യത്തിന്റെ ഒരു സംയുക്ത വാർത്താ സമ്മേളനമുണ്ട്. ഒരുപക്ഷെ ഒരു പ്രഖ്യാപനം അതിലുണ്ടായാലും നമ്മൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ്. കാരണം കൃത്യമായ സീറ്റ് വിഭജന ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു. അതിൽ ചില സീറ്റുകളിൽ വലിയ രീതിയിലുള്ള ആശങ്കകളുണ്ട്. ഏകദേശം 12ഓളം സീറ്റുകളിൽ ഇന്ത്യ സഖ്യം പരസ്പരം മത്സരിക്കുകയാണ്. അതിൽ കോൺഗ്രസിന്റെ വീഴ്ചയുണ്ടെന്ന് പല പാർട്ടികളുടെ നേതാക്കൾ ആരോപിച്ചിരുന്നു. അതും ഡി രാജയുടെ ഒരു പ്രസ്താവനയുണ്ട്. കാരണം കോൺഗ്രസിന് ഇതിലെല്ലാം ഒരു വിശാല കാഴ്ചപ്പാടുണ്ടാകണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബീഹാറിൽ മഹാഗഠബന്ധൻ വിജയിക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ ഏകദേശം 70 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചിരുന്നു. പക്ഷേ അന്ന് 19 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കുവാൻ സാധിച്ചത്. അന്ന് കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ നേടിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യമായിരിക്കില്ല ബീഹാറിൽ നിലനിന്നത്. അപ്പോൾ കോൺഗ്രസിന് ഇതിലെല്ലാം വിശാല കാഴ്ചപ്പാടുണ്ടാകണം. കാരണം ഇടതു പാർട്ടികളുടെ അടക്കം പ്രവർത്തനവും അതുപോലെ തന്നെ പ്രകടനവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ചതിലായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയമോ അതുപോലെ തന്നെ വോട്ട് ശതമാനം അടക്കം ഇടതു പാർട്ടികൾക്ക് കൂട്ടുവാൻ സാധിച്ചത്. അപ്പോൾ കൃത്യമായി ഇക്കാര്യങ്ങളെല്ലാം കോൺഗ്രസ് മനസ്സിലാക്കണമെന്ന് കൂടി ഡി രാജ പറയുകയാണ്. എന്തായാലും ഇന്നാണ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇത്തരത്തിൽ നാമനിർദ്ദേശം പിൻവലിക്കാനുള്ള അവസാന ദിവസം. ഏതൊക്കെ സ്ഥാനാർത്ഥികൾ പിൻവലിക്കുന്നു, അതുപോലെ തന്നെ എവിടെയൊക്കെ ആയിരിക്കും കൃത്യമായ ഒരു സൗഹൃദ മത്സരം ഉണ്ടാവുക എന്ന് ഇന്ന് വൈകുന്നേരത്തിലൂടെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകും. എന്തായാലും 11 മണിക്ക് ഇന്ന് മഹാസഖ്യത്തിന്റെ ഒരു സംയുക്ത വാർത്താ സമ്മേളനമുണ്ട്. എന്താകും പ്രഖ്യാപനം എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രചാരണം ശക്തമാക്കി മുന്നണികൾ മുന്നോട്ട് പോകുന്നു. അതേസമയം തേജസ്വി യാദവ് തന്നെ ഇന്ത്യ സഖ്യത്തിന്റെയും അതുപോലെ തന്നെ മഹാഗഠബന്ധന്റെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുകൂടി ഇപ്പോൾ ഡി രാജ വ്യക്തമാക്കിയിരിക്കുകയാണ്.